കയ്യിൽ കാശില്ല, കഴിക്കാൻ ഗോതമ്പില്ല, രാജ്യം കടക്കെണിയിൽ മുങ്ങി നിൽക്കുന്നു. എങ്കിലും ഇന്ത്യക്കെതിരെ യുദ്ധത്തിനിറങ്ങുമെന്ന കട്ട ഭീഷണിയുമായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. സിന്ധു നദി ജലകരാറിന്റെ പേര് പറഞ്ഞാണ് ഇത്തവണ ഈ പടപ്പുറപ്പാട് നടത്തുന്നത്. ഇന്ത്യ വെള്ളം തടഞ്ഞാൽ ഒട്ടും സംശയമില്ലാതെ യുദ്ധത്തിനിറങ്ങുമെന്നാണ് മന്ത്രിയുടെ പ്രഖ്യാപനം. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കൊടുക്കാൻ വകയില്ലാത്തവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യങ്ങളിൽ ഒന്നിനോട് മുട്ടാൻ വരുന്നത്. ഭീകരവാദികളെ വളർത്തുന്നത് പാകിസ്ഥാൻ നിർത്തിയാൽ മാത്രമേ ഈ ജലകരാറിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യൂ എന്നത് ഇന്ത്യ ഇതിനോടകം തന്നെ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിർത്തി കടന്നുള്ള പാക് ഭീകരത കാരണം കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിൽ ഇന്ത്യക്ക് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. ഭീകരവാദവും ചർച്ചകളും ഒരുമിച്ച് പോകില്ല എന്ന ഇന്ത്യയുടെ നിലപാടിന് മുന്നിൽ കളി ജയിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഡാമുകൾ തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇന്ത്യയുടെ ജലശക്തി മന്ത്രി CR പട്ടീൽ പറഞ്ഞതുപോലെ തന്നെ 2028ഓടെ പാകിസ്ഥാനിലേക്കുള്ള അനാവശ്യ ജലപ്രവാഹം ഇന്ത്യ പൂർണ്ണമായിട്ടും തടയും. അതോടെ പാകിസ്ഥാൻ എന്ന രാജ്യം തരിശു ഭൂമിയാകുമെന്ന ഭയമാണ് ഇപ്പോൾ ഖ്വാജ ആസിഫിന്റെ വാക്കുകളിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ പാകിസ്ഥാന്റെ ഇന്നത്തെ ജലക്ഷാമത്തിന് കാരണം ഇന്ത്യയല്ല, മറിച്ച് അവിടുത്തെ ഭരണാധികാരികളുടെ അഴിമതിയും അപ്രായോഗികമായിട്ടുള്ള നയങ്ങളുമാണ്. സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാൻ എപ്പോഴും ഇന്ത്യൻ ഭീതി ഉയർത്തുക എന്നത് പാക് രാഷ്ട്രീയക്കാരുടെ സ്ഥിരം അടവാണ്. ഒരു വശത്ത് ചൈനയുടെ മുന്നിൽ ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുകയും മറുവശത്ത് ഇന്ത്യയെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ ഈ ഒരു ഇരട്ടത്താപ്പ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവരെ വീണ്ടും പരിഹാസ്യരാക്കുകയാണ്. ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ഇന്ത്യയെ തൊടാൻ വന്നാൽ മാപ്പിൽ നിന്ന് തന്നെ അപ്രതീക്ഷിതമാക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് പ്രതിരോധ വിദഗ്ധർ നൽകുന്നത്. ഇനി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെറും ചരട് ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശമാണ് ഡൽഹിയിൽ നിന്നും നൽകിയിരിക്കുന്നത്. ഭീകരവാദികളെ ഊട്ടി വളർത്തുന്ന പാകിസ്ഥാന് കുടിവെള്ളം നൽകേണ്ട ബാധ്യത ഇന്ത്യക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് രാജ്യമുള്ളത്. സിന്ധു നദി ജലകരാറിന്റെ മറവിൽ ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്ന പാക് ഭരണാധികാരികൾക്ക് ന്യൂഡൽഹിയുടെ പുതിയ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾ വലിയൊരു പ്രഹരമാണ് നൽകാൻ പോകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള വെറും ചരട് ഭീഷണികൾക്ക് മുന്നിൽ ഭാരതം ഇനി ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന ശക്തമായിട്ടുള്ള സന്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭീകരവാദികളെ ഊട്ടി വളർത്തുന്ന പാകിസ്ഥാന് കുടിവെള്ളം നൽകേണ്ട ബാധ്യത ഇന്ത്യക്കില്ല എന്ന ഉറച്ച നിലപാടുമുണ്ട്. സിന്ധു നദി ജലകരാറിന്റെ മറവിൽ ഇന്ത്യയെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്ന ഈ പറയുന്നത് പോലുള്ള ഭരണാധികാരികൾക്ക്, ഒരുപക്ഷെ പാക് ഭരണാധികാരികൾക്ക് ന്യൂഡൽഹിയുടെ പുതിയ ഈ ഒരു നീക്കങ്ങൾ വലിയ തിരിച്ചടിയാവുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് വാങ്ങിയ S-400 ട്രയംഫ് ഉൾപ്പെടെയുള്ള മിസൈൽ പ്രതിരോധ കവചങ്ങൾ ഇന്ത്യൻ അതിർത്തിയിൽ സജ്ജമാണ്. ഇന്ത്യയുടെ ആകാശത്തേക്ക് ഒരു ഈച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയാത്ത വിധം ശക്തമായിട്ടുള്ള പ്രതിരോധ കോട്ടയാണ് ഇന്ത്യൻ സൈന്യം തീർത്തിരിക്കുന്നത്. ഡാമുകൾക്ക് നേരെ പാകിസ്ഥാൻ ഏതെങ്കിലും തരത്തിലുള്ള മിസൈൽ അയക്കാൻ തുനിഞ്ഞാൽ അത് വായുവിൽ വെച്ച് തന്നെ തകർക്കാനുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ന് ഇന്ത്യക്കുണ്ട്. വെറും യുദ്ധഭീഷണികൾക്കപ്പുറം പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും മുട്ടുകുത്തിക്കാൻ ശേഷിയുള്ള സാമ്പത്തിക നയതന്ത്ര ആയുധങ്ങൾ ഇന്ത്യ പ്രയോഗിച്ചു കഴിഞ്ഞു. 1960 സിന്ധു നദി ജലകരാർ ഇന്ത്യ ഔദ്യോഗികമായിട്ട് മരവിപ്പിച്ചത് വെറുമൊരു പ്രഖ്യാപനമല്ല. ജലപാതയെ ആശ്രയിച്ചാണ് ഈ പാകിസ്ഥാന്റെ 80% കൃഷിഭൂമി നിലനിൽക്കുന്നത്. ഭീകരവാദം അവസാനിപ്പിക്കാതെ ഈ കരാർ പുനഃസ്ഥാപിക്കില്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കടുത്ത നിലപാട് പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക മേഖലയുടെ നട്ടലൊടിക്കുന്ന തന്ത്രപരമായിട്ടുള്ള നീക്കമാണ്. യുദ്ധമുണ്ടായാൽ ഇന്ത്യൻ ജനത സുരക്ഷിതരായിരിക്കില്ല എന്ന് പറയുന്ന ഖ്വാജ ആസിഫ് ഈ ഇന്ത്യയുടെ തദ്ദേശീയ ആയുധക്കരുത്ത് മറക്കരുത്. അഗ്നി മിസൈലുകളും ബ്രഹ്മാസ് ക്രൂയിസ് മിസൈലുകളും INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകളും സജ്ജമാക്കി നിർത്തിയിരിക്കുന്ന ഇന്ത്യൻ ഡിഫൻസ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒന്നാണ്. ആണവായുധ ശക്തി എന്ന പാകിസ്ഥാൻ അഹങ്കരിക്കുമ്പോൾ ശത്രുവിന്റെ ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാനും അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചടിക്കാനുമുള്ള ന്യൂക്ലിയർ ട്രയാഡ് ശേഷി ഭാരതം കൈവരിച്ചു കഴിഞ്ഞു എന്നതാണ്. പാകിസ്ഥാനിലെ സിന്ധ്, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിൽ നിലവിൽ അനുഭവപ്പെടുന്ന കടുത്ത കുടിവെള്ള ക്ഷാമത്തിന്റെ യഥാർത്ഥ കാരണം അവിടുത്തെ ഭരണാധികാരികളുടെ അഴിമതി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വന്തം ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം നൽകാൻ കഴിയാത്തതിന്റെ ജനരോഷം മറച്ചുവെക്കാനാണ് അവർ ഇന്ത്യക്കെതിരെ യുദ്ധഭീതി ഉയർത്തുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ജലത്തെ ചൊല്ലി യുദ്ധഭീതി ഉണ്ടാകുന്നത് ഇതാദ്യമല്ല.
ഇന്ത്യയും പാകിസ്ഥാനും വിഭജിക്കപ്പെട്ട് മാസങ്ങൾക്കകം 1948 ഏപ്രിലിൽ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന പ്രധാന കനാൽ ജലപാതകൾ പൂർണ്ണമായിട്ടും അടച്ചുപൂട്ടിയിരുന്നു. 5 ആഴ്ചയോളം നീണ്ടുനിന്ന ഈ ഒരു ജലനിരോധനം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഭൂരിഭാഗം കൃഷിഭൂമിയെയും ഉണക്കി വരണ്ടതാക്കി മാറ്റിയിരുന്നു. ഇന്ത്യ വിചാരിച്ചാൽ ഞങ്ങളെ ഒരൊറ്റ ദിവസം കൊണ്ട് തരിശു ഭൂമിയാക്കാൻ കഴിയുമെന്ന് പാകിസ്ഥാൻ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞത് അന്നാണ്. ഇതേ ഭയമാണ് പിന്നീട് 1960-ൽ ഇന്ത്യയുമായിട്ട് സിന്ധു നദി ജലകരാർ ഒപ്പുവെക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കിയത്. പിന്നീട് പലതവണ പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം തുടർന്നപ്പോഴും ഇന്ത്യ ജലത്തെ ഒരു ആയുധമായിട്ട് പ്രയോഗിച്ചിട്ടുണ്ട്. 2016-ലെ ഉറി ഭീകര ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പ്രതിരോധ മന്ത്രി നരേന്ദ്രമോദി രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന ചരിത്ര പ്രധാനമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരുന്നു. തുടർന്ന് പാകിസ്ഥാനിലേക്ക് പോകുന്ന അധിക വെള്ളവും തടയാനും കരാർ പുനഃപരിശോധനയ്ക്കായുള്ള നയതന്ത്ര നീക്കങ്ങൾ ഇന്ത്യ ശക്തമാക്കുകയും ചെയ്തു. 2019-ലെ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇന്ത്യക്ക് അവകാശപ്പെട്ട കിഴക്കൻ നദികളിലെ വെള്ളം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് പൂർണ്ണമായിട്ട് തടയുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെ ജമ്മു കാശ്മീരിലെ കിഷൻഗംഗ, റെട്ല, തുൽബുൽ തുടങ്ങിയ ജലവൈദ്യുതി പദ്ധതികൾ ഇന്ത്യ ആരംഭിച്ചപ്പോഴേക്കും പാകിസ്ഥാൻ അന്താരാഷ്ട്ര കോടതിയെയും ലോക ബാങ്കിനെയും സമീപിച്ച് യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരുന്നു. ഇന്ത്യ ഡാമുകൾ നിർമ്മിച്ചാൽ തങ്ങളുടെ രാജ്യത്തേക്ക് വെള്ളം എത്തില്ല എന്ന ഭയമാണ് പാകിസ്ഥാനെ എപ്പോഴും വേട്ടയാടുന്നത്. ചരിത്രത്തിലുടനീളം ഇന്ത്യയുമായിട്ട് വൻ യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും ഈ ജലകരാറിനെ ഒരു വജ്രായുധമായിട്ടാണ് ഇന്ത്യ മാറ്റിവെച്ചിരുന്നത്. ചരിത്രം പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ഇന്ത്യയുടെ യാദവ് കൊണ്ട് മാത്രമാണ് പാകിസ്ഥാൻ എന്ന രാജ്യം ഇന്നും പട്ടിണി കൂടാതെ വെള്ളം കുടിക്കുന്നത്. ആ നദി മറന്ന് ഭീകരവാദികളെ കയറ്റിവിട്ട് ഇന്ത്യയുടെ നെഞ്ചിലേക്ക് വീണ്ടും വെടിയുതിർക്കാൻ വന്നാൽ ഇത്തവണ ഇന്ത്യ അടയ്ക്കുന്നത് ഡാമുകളുടെ ഷട്ടറുകൾ മാത്രമായിരിക്കില്ല, പാകിസ്ഥാന്റെ ശ്വാസം കൂടിയായിരിക്കും. യുദ്ധത്തിന്റെ ഭാഷയുമായിട്ട് വന്നാൽ 1971-ൽ പാക് സൈന്യത്തെ കൊണ്ട് ലോകത്തിനു മുന്നിൽ മുട്ടുകുത്തിച്ച് ഒപ്പുവെച്ച ചരിത്രം ആവർത്തിക്കാൻ ഇന്ത്യക്ക് അധിക സമയം വേണ്ടിവരില്ല. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായിട്ടുള്ള നിലപാടുകളുമായിട്ട് ഇന്ത്യ പോകുമ്പോൾ ഇത്തരം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഭീഷണികൾ ഒന്നും തന്നെ വില പോകില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. എന്തായാലും ഈ ഡാമുകൾ തകർക്കും യുദ്ധം ഞങ്ങൾ ഇപ്പോൾ തുടങ്ങാൻ സന്നദ്ധരാണ് എന്ന് പാക് പ്രതിരോധ മന്ത്രി പറയുമ്പോൾ ഇന്ത്യക്ക് പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വജ്രായുധം സിന്ധു നദിയാണ്, ആ നദിയിൽ നിന്ന് വരുന്ന ജലമാണ് ഞങ്ങളുടെ ആയുധമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മറ്റൊന്നുമല്ല, തങ്ങളുടെ അതായത് നമ്മുടെ ഇങ്ങോട്ടേക്ക് ഉള്ള ഈ ഭീകരാക്രമണത്തിന്റെയും ഈ ഭീകരവാദത്തിന്റെ ഒക്കെ കാര്യങ്ങളിൽ വ്യക്തമായിട്ടുള്ള ഒരു നടപടി അല്ലെങ്കിൽ വളരെ ന്യായമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ ഇന്ന് അവിടുത്തെ കൃഷിയിടങ്ങളിലേക്ക് ഇന്ത്യക്ക് യാതൊരു തടസ്സവുമില്ലാതെ വെള്ളം ഒഴുക്കാൻ സാധിക്കും. പക്ഷേ അവർ ആ ഒരു തീരുമാനം എടുക്കാതെ ഈ ഒരു വെള്ളം ഒഴുക്കാൻ ഇന്ത്യയും തയ്യാറല്ല. അത് തന്നെയാണ് നമ്മളുടെ നിലപാട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഭീഷണികൾ ഒരിക്കലും രാജ്യത്തിന് മുന്നിൽ വില പോകില്ല എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം.